students, welcome back to our channel. 5ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നാളെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് എക്സാം ആണ്, സാമൂഹ്യ ശാസ്ത്രം എക്സാം ആണ്. അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും സമഗ്ര ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. Write a short note on the physiography of Kerala. അപ്പൊ ഇത് ഇംഗ്ലീഷ് മീഡിയവും അതുപോലെ തന്നെ മലയാളം മീഡിയവും ഉണ്ട്. എന്താണ്? കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഏതൊക്കെ ഉണ്ട്? ഹൈലാൻഡ്. അപ്പൊ ആദ്യം ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയാസ്. അപ്പൊ അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഹൈലാൻഡ് നോക്കാം. It is a physiographical section that is located about 75 meters above sea level, includes hills, mountains and peaks. Highland is a region that receives heavy rainfall and is generally full of greenery. All the 44 rivers of Kerala originated from the highland. ഓക്കെ, അപ്പൊ ഇനി ഹൈലാൻഡ് നമ്മൾ പറഞ്ഞു. ഹൈലാൻഡ് അതായത് മലനാട്. അപ്പൊ ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കിയിട്ട് മലയാളം മീഡിയം നോക്കാം. നെക്സ്റ്റ് മിഡ്ലാൻഡ് ആണ്. അപ്പൊ മിഡ്ലാൻഡ് എന്താ? മിഡ്ലാൻഡ് ഈസ് എ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ located between the highlands and the coastal area. അപ്പൊ ഹൈലാൻഡിന്റെയും കോസ്റ്റൽ ഏരിയന്റെയും നടുവിലാണ് മിഡ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. The altitude of this area ranges from 7.5 meters and 75 meters above the sea level. അപ്പൊ ഇതിന്റെ altitude എന്ന് പറയുന്നത് 7.5 മീറ്ററിന്റെയും അതുപോലെ and 75 meters above the sea level ആണ്. Midland is characterized by hill rocks, valley and river banks. Okay, next region ആണ് coastal areas അഥവാ തീരപ്രദേശം. This is a landscape that is adjacent to the Lakshadweep Sea, located close to the coastal region. This area has an altitude up to 7.5 meters above the sea level. ഓക്കെ, ഇനി നമുക്ക് എന്താ? ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം, അങ്ങനെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ മലനാടാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് വിഭാഗത്തിൽ നിന്നാണ്. ഇനി ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ്? തീരപ്രദേശമാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ അടുത്തത് എന്താണ്? Investigate and prepare note on the changes brought about by modern technology in agriculture and traditional occupation. അതായത് ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമുക്ക് തയ്യാറാക്കി നോക്കാം. Hydroponics farming, microgreens, etc. agricultural methods used modern technologies. Hydroponics is a method of growing plants in a nutrient-rich solution instead of soil. അപ്പൊ hydroponics എന്ന് പറഞ്ഞാൽ എന്താണ്?
സോയിലിന് പകരം കുറച്ച് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് സൊല്യൂഷനിൽ നമ്മൾ പ്ലാന്റ്സ് ഗ്രോ ചെയ്യിപ്പിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ടെറസ് ഫാമിംഗ് is a process of planting crops on the sides of hills or mountains and then cutting them up and cultivating them on terrace. Microgreens are the method of growing certain crops for only a few days and using them for food. നമുക്ക് അതിന്റെ മലയാളം മീഡിയം നോക്കാം. ഹൈഡ്രോപോണിക്, ടെറസ് ഫാമിംഗ്, മൈക്രോഗ്രീൻ തുടങ്ങിയവയാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കാർഷിക മാർഗങ്ങൾ. മണ്ണിലല്ലാതെ പോഷകങ്ങൾ അടങ്ങിയ ലായനത്തിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. കുന്നുകളുടെയോ മലകളുടെയോ വശങ്ങളിൽ വിളകൾ നട്ടുപിടിപ്പിച്ച് അവ പിന്നീട് കൊത്തിയെടുത്ത് ടെറസിൽ കൃഷി ചെയ്യുന്ന പ്രക്രിയയാണ് ടെറസ് ഫാമിംഗ്. ചില പ്രത്യേക വിളകളെ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോഗ്രീൻ. ചുവന്ന ചീര, പച്ചച്ചീര, കടുക്, മല്ലി, ഉലുവ തുടങ്ങിയ ഇനങ്ങൾ ഇത്തരത്തിൽ വളർത്തിയെടുക്കാം. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, what are the measures that can be adopted for the conservation of soil? അതായത് മണ്ണ് സംരക്ഷണത്തിന് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ഏതൊക്കെ സ്വീകരിക്കാൻ പറ്റും? മാംഗ്രോവ്സ്, സ്ക്വയർ ജിയോടെക്സ്റ്റൈൽസ്, സ്റ്റോൺ വാൾ ഫെൻസ്, ടെറസ് ഫാമിംഗ്, construction of പുലിമൂട്ട്, എഫോറസ്റ്റേഷൻ, ക്രോപ്സ് റൊട്ടേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ് അതായത് കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലുകയ്യാല, തട്ടുകൃഷി, പുലിമുട്ട് നിർമ്മാണം, വനവൽക്കരണം, വിള പരിവൃത്തി, തടയണ നിർമ്മാണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. Why is rubber cultivation not generally seen in the areas near coastal areas? അതായത് കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. കാരണം എന്താണ്? നമുക്ക് നോക്കാം. Rubber crops are not generally seen in the areas near the coastal areas because of the characteristics of the soil. എന്താണ്? അവിടെയുള്ള സോയിലിന്റെ മണ്ണിന്റെ സവിശേഷതകൾ കൊണ്ടാണ്. The soil of the midland regions is suitable for rubber cultivation. അപ്പോ എന്താണ്? മിഡ്ലാൻഡ് റീജിയനിലുള്ള സോയിൽ ആണ് എന്ത്? റബ്ബർ കൾട്ടിവേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയില്. റബ്ബർ cannot be cultivated in the sand of coastal areas. അപ്പൊ കോസ്റ്റൽ ഏരിയയിലുള്ള സാൻഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കടൽ തീരത്തോടെ ചേർന്ന പ്രദേശങ്ങൾ പൊതുവെ റബ്ബർ പോലുള്ള വിളകൾ കാണാറില്ല. അതിനു കാരണം അവിടുത്തെ മണ്ണിന്റെ സവിശേഷതയാണ്. ഇടനാട്, മലനാട് പ്രദേശങ്ങളിലെ മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. തീരപ്രദേശത്തെ മണലിൽ റബ്ബർ ചെയ്യുന്നത് സാധ്യമല്ല. ഇനി അടുത്തത്, what schemes and programs are being implemented by the central and state governments for poverty alleviation and reducing social inequality? അപ്പൊ ഇങ്ങനെ പോവർട്ടി കുറക്കാനും അതുപോലെ ഈ സോഷ്യൽ ഇനിക്വാലിറ്റി ഒക്കെ കുറയ്ക്കാനും വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസ് എന്തൊക്കെയാണ്? അതായത് ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? അവ എന്തൊക്കെയാണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതുപോലെ ലൈഫ് മിഷൻ, വിദ്യാവാഹിനി, തീരമൈത്രി, കൈവല്യ, ജനനി ജന്മരക്ഷ, പ്രതിഭ ധീരം, ഗോത്രബന്ധു. ഓക്കെ, അപ്പൊ മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.